വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പം ഞാനിന്നിവിടെ കപ്പയുണ്ടല്ലോ, മരിച്ചീനി, അത് ഇപ്പോൾ ഞാൻ ഒരു വലിയ കപ്പയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് നമുക്കൊരു ബജ്ജി ഉണ്ടാക്കാം. നമ്മൾ വാഴയ്ക്ക ബജ്ജി, മുളക് ബജ്ജി, ഇങ്ങനെ പല ബജ്ജികളും ഉണ്ടാക്കാറുണ്ടല്ലേ, പൊട്ടറ്റോ ബജ്ജി എല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കപ്പ ബജ്ജി റെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു കപ്പ ബജ്ജി ഉണ്ടാക്കാം. അതിനാദ്യം ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പീലർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിങ്ങനെ അതിൻ്റെ സ്കിന്ന് മാറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ കത്തി വെച്ചിട്ട് നമ്മളതിൻ്റെ തൊലി മാറ്റിയാൽ മതി, സാധാരണ നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന പോലെ. ഇതാകുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ മാറ്റിയെടുക്കാം. അപ്പം ഞാനതിൻ്റെ സ്കിന്ന് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ടും കട്ട് ചെയ്യാം. കണ്ടോ, ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഈ ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റൗണ്ടായിട്ട് വേണമെങ്കിൽ റൗണ്ടായിട്ടും കട്ട് ചെയ്യാം. ബാക്കി ഞാനിത് ഇങ്ങനെയൊക്കെ വരുന്ന പീസ് ഞാൻ കറി വയ്ക്കാനായിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതാണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് റൗണ്ടായിട്ടും എടുക്കാം കേട്ടോ. ഇതാണ്ടോ, ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റൗണ്ടായിട്ടും കൂടെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അതിലിട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. 1 മിനിറ്റിൽ കുറവായാലും കുഴപ്പമില്ല. അത് 1 മിനിറ്റ് ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കപ്പയൊന്ന് വെള്ളമില്ലാതെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മളെടുത്ത പകുതി കിഴങ്ങാണെങ്കിൽ മരിച്ചിനെ ആകുമ്പോഴേ കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, അത് കാരണം ഞാൻ കുറച്ചേ എടുത്തോളൂ. ഇനിയിപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, കടലപ്പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മതി കേട്ടോ. കണ്ടോ, 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ വന്നിട്ട് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിത് കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് 2 സ്പൂൺ ഇടുന്നു. നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ഇട്ടോളൂ. ഇനിയിപ്പോൾ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണേ, കുറച്ചായതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടുതലായി പോകും. എന്നിട്ട് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. സോഡാപ്പൊടി ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കേണ്ട കാര്യമില്ല, ഒരു നുള്ളേ ചേർത്തോളൂ. ഇനിയിപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. തീരെ വെള്ളമായിപ്പോരുത്, തീരെ കട്ടിയാകണ്ട. സാധാരണ നമ്മൾ ബജ്ജിക്ക് മാവ് കുഴക്കുന്ന പോലെ നമ്മുടെ കപ്പയിൽ ഇത് പിടിച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി കിട്ടട്ടെ. അപ്പം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ, ഇതൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ ഇതിൽ 3 ഇടുന്നുള്ളൂ. കുറേ അങ്ങനെ നമ്മൾ പൊരിക്കുമ്പോൾ ഏതായാലും കുറേ അങ്ങനെ നിരത്തി ഇടരുത് കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് ഒരിഞ്ഞ ഉടനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ മറിച്ചിടരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് വേണം മറിച്ചിടാൻ. എന്ന് വെച്ചാൽ ഇട്ട ഉടനെ മറിച്ചിടുമ്പോൾ ഈ മാവൊക്കെ ഒന്ന് ഇങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് കളറൊക്കെ മാറിയിട്ടുണ്ട്, ബബിൾസ് ഏകദേശം അടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. പിന്നെ എന്ന് വെച്ചാൽ ഇത് മീഡിയത്തിനും ലോക്കും ഹൈക്കും ഇടയ്ക്ക് വെച്ചാണ് ചെയ്യേണ്ടത്. തീരെ നമ്മൾ തീ കുറച്ചാലും കൂടുതൽ എണ്ണ കുടിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ ബജ്ജി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഇട്ടെടുക്കാം. ഞാനിപ്പോൾ വലിയ മരിച്ചീനി ആയതുകൊണ്ട്, കപ്പ ആയതുകൊണ്ട് ഞാനൊരു പകുതി എടുത്തു. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. ബാക്കിയുള്ളത് കൂടെ ഞാൻ ഇതുപോലെ. അപ്പം ഞാൻ അടുത്ത ബാച്ചും കൂടെ എണ്ണയിൽ നിന്ന് മാറ്റുകയാണേ. ബാക്കിയുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ കണ്ടോ, നമ്മുടെ കപ്പ ബജ്ജി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചായക്ക് നല്ലതാണ്, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ കപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.